അച്ഛന്റെ അലുവ കച്ചവടത്തിലൂടെ അലുവ അതുൽ എന്ന പേരുവീണ ഗുണ്ടാ നേതാവിനെ മാസങ്ങൾ നീണ്ട കൃത്യമായ ആസൂത്രണത്തിലൂടെ ജിം സന്തോഷ് പക്ഷം നടുറോഡിൽ വെട്ടിത്തീർത്തു. ഇതാണ് കരുനാഗപ്പള്ളി കൊലയിലെ പോലീസിന്റെ ആദ്യ നിഗമനം. കരുനാഗപ്പള്ളി പുതിയകാവിലെ പെട്രോൾ പമ്പിന് മുന്നിൽ CCTV ക്യാമറകൾക്ക് മുൻപിലിട്ട് അതുലിനെ തുരുതുരാ വെട്ടിയത് കലിയടങ്ങും വരെയായിരുന്നു. കൊലയാളി സംഘം വിരിച്ച വലയിൽ കുരുങ്ങിയ അതുൽ മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സംഘം മടങ്ങിയത്. സംഭവ സമയം അതുലിനൊപ്പം കാറിലുണ്ടായിരുന്ന ജിം സന്തോഷ് വധക്കേസിലെ കൂട്ടുപ്രതി മനുവിനും വെട്ടേറ്റു. വർഷങ്ങൾക്ക് മുൻപ് ജിം സന്തോഷിന്റെ കൂട്ടുകാരൻ അസീമിനെ ബസ് യാർഡിൽ വെച്ച് പങ്കജ് മർദ്ദിച്ചതോടെയാണ് ഈ ഗുണ്ടാപ്പകയുടെ തുടക്കം. ഇത് ചോദ്യം ചെയ്യാനെത്തിയ ജിം സന്തോഷ് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പങ്കജിനെ വിരട്ടിവിട്ടു. ഈ അപമാനം കനലായി സൂക്ഷിച്ച പങ്കജ് പിന്നീട് സന്തോഷിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയ സന്തോഷിന്റെ സംഘം പങ്കജിനെ കുത്തി പരിക്കേൽപ്പിച്ചതോടെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും കൊലവിളികൾ ആളിപ്പടർന്നു. ഇതിന്റെ പ്രതികാരമായാണ് അലുവ അതുലിന് പങ്കജ് കൊട്ടേഷൻ നൽകിയതും 2024 മാർച്ചിൽ സന്തോഷിനെ വീട്ടിനുള്ളിൽ വച്ച് കൊലപ്പെടുത്തിയതും. ജിം സന്തോഷ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയിട്ടും അതുൽ ജാമ്യം നേടി പുറത്തിറങ്ങിയത് സന്തോഷിന്റെ അനുയായികളെ പ്രകോപിപ്പിച്ചു. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി അതുൽ പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന കൃത്യമായ വിവരം മനസ്സിലാക്കിയ സംഘം ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തി. മയക്കുമരുന്ന് കച്ചവടവും രാഷ്ട്രീയ പോലീസ് സ്വാധീനവുമുള്ള വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നാണ് വിവരം. അലുവ അതുലിനെ തീർക്കാൻ മുൻകൂട്ടി പിരിവ് പോലും ജിം സന്തോഷിന്റെ ആളുകൾ നടത്തിയെന്നും സൂചനയുണ്ട്. കരുനാഗപ്പള്ളിയിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ജിം സന്തോഷ്. മാന്യനായ ഗുണ്ടയെന്ന വിളിപ്പേരുണ്ടായിരുന്ന ക്രിമിനൽ. അതുകൊണ്ട് തന്നെ ധാരാളം ഫാൻസും ഉണ്ടായിരുന്നു. പുതിയകാവിലെ പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ചായിരുന്നു നാടകീയമായ അന്ത്യം. അതുലിന്റെ കാറിന് മുന്നിൽ മറ്റൊരു കറുത്ത കാർ നീങ്ങുന്നുണ്ടായിരുന്നു. അസ്വാഭാവികമായി ഒന്നും തോന്നിക്കാത്ത വിധം ഈ കാർ പെട്രോൾ പമ്പിനുള്ളിലേക്ക് കയറിയതോടെ പിന്നാലെ ചീറിപ്പാഞ്ഞെത്തിയ ഇന്നോവ അതുലിന്റെ കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു. തുടർന്ന് വടിവാളുമായി ചാടിയിറങ്ങിയ സംഘം പമ്പിന് മുന്നിലിട്ട് വെട്ടി. നടു റോഡിൽ നടന്ന ക്രൂരകൃത്യം കണ്ടുനിന്നവരിലാരും തന്നെ അതുലിനെ രക്ഷിക്കാൻ എത്തിയില്ല. എല്ലാവരും കാഴ്ചക്കാരായി നിൽക്കെ മരണം ഉറപ്പാക്കി അക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു. ജിം സന്തോഷിന്റെ ഫാൻസുകാരെക്കുറിച്ച് പോലീസിന് നല്ല അറിവുള്ളവരാണ്. എന്നിട്ടും ജാമ്യത്തിൽ ഇറങ്ങിയ അതുലിന് വേണ്ട സുരക്ഷാ കരുതൽ പോലീസ് ഒരുക്കിയില്ലെന്ന് എല്ലാവരും പറയുന്നു. ഓച്ചിറ, കരുനാഗപ്പള്ളി മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഈ കുടിപ്പക ഇനിയും തുടരുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. മയക്കുമരുന്ന് മാഫിയയുടെയും പണക്കൊഴുപ്പിന്റെയും പിന്തുണയോടെ നടന്ന ഈ കൊലപാതകം പോലീസിന് വലിയ തലവേദനയായിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ മേഖലയിലെ ഗുണ്ടാ സംഘങ്ങളെ പോലീസ് അമർച്ച ചെയ്യണമെന്ന ആവശ്യം നാട്ടുകാർക്കിടയിലുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ജിം സന്തോഷിനെ വീടിനുള്ളിൽ വെച്ച് അമ്മയുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്ന കേസിലെ ഒന്നാം പ്രതിയായിരുന്നു അലുവ അതുൽ. ജാമ്യത്തിലിറങ്ങിയ ശേഷം സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുമ്പോഴാണ് സിനിമയെ വെല്ലുന്ന ആസൂത്രണത്തിലൂടെ അതുലിനെ സംഘം വകവരുത്തിയത്. പുതിയകാവിലെ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു സിനിമാ സ്റ്റൈൽ കൊലപാതകം. കാറിൽ വരികയായിരുന്ന അതുലിനെ പിന്തുടർന്നെത്തിയ ഇന്നോവ കാർ ഇടിച്ചു തെറിപ്പിച്ച് ദേശീയപാതയുടെ പണി നടക്കുന്ന കുഴിയിലേക്ക് വീഴ്ത്തി. തുടർന്ന് ആയുധങ്ങളുമായി ചാടിയിറങ്ങിയ സംഘം കാറിൽ നിന്ന് വലിച്ചിറക്കി അതുലിനെ തുരുതുര വെട്ടുകയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം അക്രമി സംഘം സ്ഥലം വിട്ടു. ആക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്.